വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മളിന്ന് അനലൈസ് ചെയ്യുന്നത് ഡെത്ത് ഇസ് ഹാർഡ് വർക്ക് എന്ന നോവലാണ്. ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ 2016 ആൻഡ് റിട്ടൺ ബൈ ദ അറബ് ഓഥർ ഖാലിദ് ഖലീഫ. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ ലെറി പ്രൈസ്. ബേസിക് സ്റ്റോറി എന്ന് പറയുന്നത് സിറിയൻ ബാക്ക്ഡ്രോപ്പിലാണ്. സിറിയയിൽ 3 സിബ്ലിങ്സ് ബോൾബോൾ, ഹുസൈൻ, ഫാത്തിമ. ഇവർ 3 പേരും ഒരു ജേണിയിലാണ്. ജേണി എന്ന് പറയുന്നത് ഇവരുടെ ഫാദർ, അതായത് അബ്ദൽ ലത്തീഫ് അൽ സലീം എന്ന ഇവരുടെ ഫാദർ മരിച്ചു പോകുന്നു. സോ ഡമാസ്കസിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ഫാദറിൻ്റെ ലാസ്റ്റ് വിഷ് എന്ന് പറയുന്നത് ഇവരുടെ ഹോം ടൗൺ ആയിട്ടുള്ള അനബിയിൽ ബോഡി കൊണ്ടുവന്ന് അബ്ദലിൻ്റെ സിസ്റ്ററായിട്ടുള്ള ലൈലയുടെ അടുത്ത് ബറി ചെയ്യണമെന്നുള്ള ലാസ്റ്റ് വിഷ്. അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അവരൊരു ജേണിയിലാണ്. നോർമലി കുറച്ച് മണിക്കൂറുകൾക്കകം തീരേണ്ട ഒരു ജേണിയാണ്. ബട്ട് ആക്ച്വലി ഈ ഒരു സ്റ്റോറി നടക്കുന്നത് സിറിയൻ സിവിൽ വാറിൻ്റെ സമയത്താണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് അവർക്ക് വരുന്നു. മെയിൻലി ചെക്ക് പോയിൻറ്റ്സിലൊക്കെ നിർത്തി പോവേണ്ട അവസ്ഥയുണ്ട്. ഓൾസോ അവർക്ക് ഓരോ ചെക്ക് പോയിൻറ്റിലും ഓരോ എക്സ്പീരിയൻസ് ആണ് അവർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വെറും മണിക്കൂറുകൾക്കകം തീരേണ്ട ഒരു ജേണി ദിവസങ്ങളോളം നീണ്ടു പോകുന്നു. അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഡിഫിക്കൽട്ടീസൊക്കെ അവർ നേരിടുന്നത്, അതാണ് ബേസിക്കലി ഈ ഒരു നോവൽ പറയുന്നത്. സമ്മറി നമുക്ക് മെയിൻ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് അബ്ദൽ ലത്തീഫ് അൽ സലീം ഒരു മേജർ റെബൽ ലീഡറായിരുന്നു. അന്നത്തെ റെജീമിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചൊരു ആളായിരുന്നു, ലീഡറായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഹിസ് ബോഡി വിച്ച് ഈസ് ബീങ് ട്രാൻസ്പോർട്ടഡ് ഫ്രം ഡമാസ്കസ് where he died to അനബിയ, ഹിസ് ഹോം ടൗൺ. അബ്ദലിൻ്റെ ഫസ്റ്റ് വൈഫിലെ മക്കളാണ് ഹുസൈൻ, ബോൾബോൾ ആൻഡ് ഫാത്തിമ. ഹുസൈൻ ഇസ് ദി എൽഡസ്റ്റ്. ഒരു ക്യാരക്ടർ സ്കെച്ച് പറയുകയാണെങ്കിൽ ഹുസൈൻ ഇസ് വെരി ഹോട്ട് ഹെഡഡ് ആൻഡ് ടെമ്പറമെൻ്റൽ. ഹി എൻജോയ്സ് കമാൻഡിങ് അതേഴ്സ്. ഒരു കൺട്രോൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഹുസൈൻ. ആൻഡ് ഹി ഡ്രീംഡ് ഓഫ് ബീങ് സക്സസ്ഫുൾ ആൻഡ് പവർഫുൾ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി he is now a minibus driver. Bol is the middle child, and his character sketch is actually compared to Hussein, he is very weak, fearful and paranoid, but he shows courage and determination when it is necessary. Bol എന്ന് പറയുന്നത് ആക്ച്വലി ഹുസൈൻ വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി നമുക്ക് തോന്നും കുറച്ച് വീക്കായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നും. പക്ഷെ എന്നാൽ പോലും ആവശ്യമായിട്ടുള്ളൊരു സ്ഥലത്ത് വേണ്ട വിധത്തിലുള്ള കറേജ് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അബ്ദൽ മരിക്കുന്ന സമയത്ത് ബോൾബോൾ മാത്രമേ കൂടെയുള്ളൂ. അപ്പോൾ അബ്ദൽ ഈ ലാസ്റ്റ് വിഷ് പറയുന്നതും ബോൾബോളിൻ്റെ അടുത്താണ്. ഈ ഒരു വിഷ് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞ് സിബ്ലിങ്സിനെയും വിളിച്ച് ഈ ഒരു ജേണിക്ക് പോകുന്നതും ബോൾബോളാണ്. സോ ആക്ച്വലി ബോൾബോൾ ഈസ് കറേജസ്. ലാസ്റ്റ് യങ്ങസ്റ്റ് ചൈൽഡാണ് ഫാത്തിമ. ഒരു ക്യാരക്ടർ സ്കെച്ച് പറയുകയാണെങ്കിൽ ഷീ ലവ്സ് ടു ഗോസിപ്പ്, അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് വെരി ഇമോഷണൽ ആൻഡ് എംപത്തറ്റിക്. ഈ ഒരു ഫാമിലിയുടെ പീസ് കീപ്പറാണ് ഫാത്തിമ. ഹുസൈനും ബോൾബോളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നുണ്ട്, ഒരുപാട് ബഹളങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഫാത്തിമയാണ് ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിച്ചൊരു പീസ് കീപ്പറായിട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഫാത്തിമയുടെ പറയുകയാണെങ്കിലും ഒരു അറബ് വിമൻ സൊസൈറ്റിയിൽ അറബ് വിമൻ ഫേസ് ചെയ്യുന്നത് പോലെ ഷീ ഈസ് ലിവിങ് ഇൻ എ മെയിൽ ഡോമിനേറ്റഡ് വേൾഡ്, പേട്രിയാർക്കൽ വേൾഡ്. അതിൻ്റെ ഒരു ഒപ്രഷനും ഒരു സബ്മിസീവ്നെസ്സും ഫാത്തിമയിലും ഉണ്ട്. ആ ഒരു ക്യാരക്ടറാണ് ഫാത്തിമ. സോ അതാണ് മെയിൻ ക്യാരക്ടർ. സെക്കൻഡറി ക്യാരക്ടേഴ്സായിട്ട് വരികയാണെങ്കിൽ വി ഹാവ് നവീൻ, ഹു ഇസ് ദ സെക്കൻഡ് വൈഫ് ഓഫ് അബ്ദൽ, ലൈല, സിസ്റ്റർ ഓഫ് അബ്ദൽ. She actually had an arranged marriage, but she didn't want that marriage, so she committed suicide. അതാണ് ലൈലയുടെ ഒരു ബാക്ക് സ്റ്റോറി. വി ഹാവ് മംദു, ഹു ഈസ് ഫാത്തിമാസ് എക്സ് ഹസ്ബൻഡ്, ഹിയാം, ഹു ഈസ് ബോൾബോൾസ് എക്സ് വൈഫ്, ആൻഡ് ലാമിയ, ബോൾബോൾസ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആൻഡ് എക്സ് ലവർ, ആൻഡ് സുഹൈർ, ഹു ഈസ് ലാമിയാസ് ഹസ്ബൻഡ്. സുഹൈർ ആക്ച്വലി സുഹൈറിൻ്റെ ഫാമിലി ആക്ച്വലി റജീമിൻ്റെ കൂടെയാണ്. അവരായിട്ടൊരു നല്ലൊരു ബന്ധമുള്ളൊരു ഫാമിലിയാണ് സുഹൈറിൻ്റേത്. എന്നാൽ പോലും അവർ ഈ ഒരു റെബൽ കോസസിന് സിമ്പത്തറ്റിക്കാണ്. സോ ആക്ച്വലി ഈ ഒരു സിബ്ലിങ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതും ആക്ച്വലി ലാമിയും സുഹൈറും ഒക്കെയാണ്. അവരെങ്ങനെയാണ് ആ ഒരു റോളെന്ന് നമുക്ക് സമ്മറി വരുമ്പോഴേക്കും കാണാൻ പറ്റും.
സമ്മറി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ബാക്ക് ഡ്രോപ്പിൽ തന്നെ സിറിയയുടെ സിവിൽ വാർ 2011 തൊട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന സിവിൽ വാറിൻ്റെ ഒരു സമയത്താണ് ഞാൻ പറഞ്ഞു അബ്ദൽ ലത്തീഫ് അൽ സലീം ഹു ഈസ് എ വെരി ഫേമസ് റെബൽ ലീഡർ ഹി ഡൈസ് at Damascus and according to his last wish all his 3 children are taking his body to be buried in his hometown and അവർ ഒരുപാട് ചെക്ക് പോയിൻറ്റ്സിലൂടെ പോകുന്നുണ്ട്. കാരണം ഇതൊരു വാർ എന്താ പറയുക സിറ്റുവേഷനാണ്. അപ്പോൾ ഒരുപാട് ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട്, ഒരുപാട് മിലിറ്ററി സോൾജേഴ്സ് ഇങ്ങനെ ഓരോ വണ്ടിയും ചെക്ക് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ അവർ ചെക്ക് പോയിൻറ്റ്സിലൂടെ പോകുന്നു. ആദ്യത്തെ ചെക്ക് പോയിൻറ്റിൽ തന്നെ അവിടുത്തെ ഗാർഡ്സ് അബ്ദലിൻ്റെ ഡെഡ് ബോഡി റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇതൊരു ഒരു മേജറായിട്ടുള്ള റെബൽ ലീഡറിൻ്റെ ബോഡിയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. സോ അബ്ദലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഹീസ് നോ ലോnger അലൈവ്. എന്നാൽ പോലും അവർ ഡെഡ് ബോഡി അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു. ദാറ്റ് ഈസ് മോസ്റ്റ് അബ്സേർഡ് ആൻഡ് എക്സാജറേറ്റഡ് പോയിൻ്റ് ഇൻ ദ നോവൽ. ആളെ ജീവനോടെ ഇല്ലെങ്കിൽ പോലും അവർ ഡെഡ് ബോഡി ആണെങ്കിൽ പോലും അവർ അറസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുക്കുന്നു. കാരണം എന്താ, അത് റെബലാണ്, റെജീമിൻ്റെ അഗൈൻസ്റ്റ് പ്രവർത്തിച്ച ആളാണെന്നുള്ളൊരു രീതിയിൽ. അവസാനം ഒരുപാട് ഡിസ്കഷൻ, ഒരുപാട് ബ്രൈബിന് ശേഷം ബോഡി വിട്ടു കൊടുക്കുന്നു. എന്താ അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷേ ഓരോ ചെക്ക് പോയിൻറ്റിലും ഏകദേശം ഇതേ അവസ്ഥ തന്നെയാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. എന്താ, ടു ദ പോയിൻറ്റ് ദാറ്റ് ബോൾ സേസ് ഇറ്റ് ഈസ് ഈസി ടു ക്യാരി എ പാക്കറ്റ് ഓഫ് ഫുഡ് ദാൻ എ ഡെഡ് ബോഡി. ഇതിപ്പോൾ അബ്ദൽ ഒരു റെബൽ ലീഡർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഒരു ഡെഡ് ബോഡിയും കൂടി ആയതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ബുദ്ധിമുട്ട്. ഇതിനെക്കാട്ടിലും ഒരു ഫുഡ് ഐറ്റം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇന്നാനിമേറ്റ് ഒബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും എളുപ്പം ജേണി, ഒരു യാത്ര സംഭവിച്ചെന്ന് വരെ ബോൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡെഡ് ബോഡി അറസ്റ്റ് ചെയ്യാൻ വരെ മടിക്കാത്ത സോൾജേഴ്സാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസസ് അവർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പിലും ബോളിൻ്റെ ചൈൽഡ്ഹുഡും യൂത്തും എല്ലാം പറയുന്നുണ്ട്. അവിടെയും നമുക്ക് കാണാം ഇതൊരു റെബൽ കോസസും ഈ ഒരു സിവിൽ വാറിൻ്റെയും കാര്യങ്ങളെല്ലാം കൂടുതൽ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ലാമിയയുടെ വീട്ടിലെത്തുന്നു. ലാമിയ ബോളിൻ്റെ ഫ്രണ്ട് മാത്രമല്ല ഒരു എക്സ് ലവറും കൂടിയാണ്. അബ്ദലിൻ്റെ ബോഡി അവർ ആ ഒരു ദിവസത്തേക്ക് മോർച്ചറിയിലും സൂക്ഷിക്കുന്നു. ലാമിയയും സുഹൈറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെബൽ കോസസിന് സിമ്പത്തറ്റിക്കാണ്. റെജീമായിട്ട് ചെറിയൊരു ബന്ധമുണ്ടെങ്കിൽ പോലും അവർ റെബൽസിനെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഈ സിബ്ലിങ്സിനെയും അവർ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നു. അങ്ങനെ ഇവരുടെ ഒരു ഇൻ്റർഫിയറൻസും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ടുള്ള ചെക്ക് പോയിൻറ്റ്സ് അവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കടക്കാൻ പറ്റുന്നു. അതൊരു കാരണമാണ്. രണ്ടാമത്തെ ഒരു കാരണം ബോഡി അഴുകാൻ തുടങ്ങി, ബോഡി ഡീക്കേ ആവാൻ തുടങ്ങി. കാരണം ഐസൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിലും ഇത് ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയായി പോയി. അതുകൊണ്ട് ബോഡി ഡീക്കേ ചെയ്യാൻ തുടങ്ങി. അപ്പം അതുകൊണ്ടും ഗാർഡ്സ് എളുപ്പം അത് കടത്തി വിടുന്നുമുണ്ട്. അങ്ങനെ 2 കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പിൽ നമുക്ക് ബോളിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും പറയാം. ലാമിയോടുള്ള ഫീലിങ്സിനെ കുറിച്ച് ബോൾ പറയുന്നുണ്ട്. ഓൾസോ അബ്ദലും സെക്കൻഡ് വൈഫ് നവീൻ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് എനിവേ ഈ ഒരു ജേണി നടക്കുന്ന സമയത്താണ് ഈ ഒരു ബാക്ക് സ്റ്റോറീസൊക്കെ പറയുന്നത്. സോ അവർ ജേണി കണ്ടിന്യൂ ചെയ്യുന്നു. കുറച്ചും കൂടി എളുപ്പത്തിൽ ചെക്ക് പോയിൻറ്റ്സ് പാസ് ചെയ്യുന്നു. ഒരു സമയത്ത് ഹുസൈനും ബോളും തമ്മിലൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നു. ഹുസൈൻ പറയുന്നു യാത്ര മടുത്തു, ഇത് ഈ വഴി തന്നെ ഈ ഡെഡ് ബോഡി കളയാമെന്ന് വരെ ഹുസൈൻ പറയുന്നു. ബോൾ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ അവർക്കൊരു ബഹളം വരുന്നു. അതിലാണ് ബോൾ ആക്ച്വലി പറയുന്നത് ഹുസൈൻ എത്രമാത്രം ഹോട്ട് ഹെഡും ടെമ്പറമെൻറ്റിലും ആണ്, ഒരുപാട് ഓവർ റിയാക്ട് ചെയ്യുന്ന ആളാണ്, ഒരുപാട് കമാൻഡ് ചെയ്യുന്ന ആളാണെന്നുള്ളത്. ഹുസൈൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ആക്ച്വലി ബോൾ വഴി നമുക്കറിയുന്നത് ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ സമയത്താണ്. ആൻഡ് ഒരു ഭാഗത്ത് ഈ ഒരു ബോഡി വീണ്ടും ഡിക്കേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാഗറ്റ് ഇൻഫെസ്റ്റേഷനൊക്കെ വരുന്നു. അത്രയും അഴുകാൻ തുടങ്ങിയപ്പോഴേക്കും ഇവർക്ക് മൃഗങ്ങൾ വരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഈ ഒരു പോകുന്ന വണ്ടിയെ. അപ്പോഴേക്കും സിറ്റുവേഷൻ വളരെ വേഴ്സ് ആവുന്നു, എസ്കലേറ്റ് ആവുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഈ ഒരു സിബ്ലിങ്സ് തമ്മിലുള്ള ഫൈറ്റും ഉണ്ട്. അപ്പോൾ ആകെ മൊത്തം ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഇതിൽ പറയുന്നത്. അഗെയിൻ വാർ ടൂൺ കൺട്രിയാണ്. അപ്പോൾ അതിൻ്റെയും കുറേ സ്ട്രെസ് ഉണ്ട്. കാരണം ചെക്ക് പോയിൻറ്റ്സ് ഇതിലും
അവർ എളുപ്പം കടത്തി വിടുന്നുണ്ടെങ്കിലും ഈ ഡെഡ് ബോഡി ഇങ്ങനെ ഡീക്കേ ആവുന്നത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഫസ്റ്റ് ചെക്ക് പോയിന്റിൽ എന്തായിരുന്നു അവസ്ഥ അതുപോലെ തന്നെ അവർക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നേനെ. ലാസ്റ്റ് ഒരു ചെക്ക് പോയിന്റ് എത്തുമ്പോഴേക്കും പക്ഷേ ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പായിട്ട് ഇവർ മീറ്റ് ചെയ്യുന്നു. അവർ ബോൾബോളിനെ പിടിച്ചു വെക്കുകയാണ്. ബോൾബോൾ ഒരു റിലീജിയസ് റീ എഡ്യൂക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ കടത്തി വിടില്ല എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ട്. സോ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ബോൾബോൾ അവിടെ നിൽക്കുന്നു. ഹുസൈനും ഫാത്തിമയും ഈ ബോഡി കൊണ്ട് ജേർണി കണ്ടിന്യൂ ചെയ്യുന്നു. അവർ അനേബിയിൽ എത്തുന്നു. അവരുടെ കസിൻസും അങ്കിളും ഒക്കെ തമ്മിൽ ബാക്കിയുള്ള സർവൈവിങ് റിലേറ്റീവ്സിനെല്ലാം മീറ്റ് ചെയ്ത് ബോഡി ബറി ചെയ്യുന്നു. ഈ സമയം ബോൾബോളും ആ ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് വില്ലേജിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബറിയലിന് ശേഷം വരുന്ന മാറ്റങ്ങളാണ് പിന്നീട് പറയുന്നത്. ഇത്രയും ജേർണിക്കിടയിൽ ഈ സിബ്ലിങ്സ് ഇടയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് പറയുമ്പോഴേക്കും ബോൾബോളിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് നാബിൽ എന്നാണ്. ആക്ച്വലി നെയിം ചേഞ്ച് ചെയ്തതാണ്. ഈ ഒരു ജേർണിക്ക് ശേഷം ബോൾബോൾ തീരുമാനിക്കുകയാണ് പഴയ ഒറിജിനൽ പേരായിട്ടുള്ള നാബിൽ തന്നെ വീണ്ടും ആക്സെപ്റ്റ് ചെയ്യുന്നു ബോൾബോൾ. ഫാത്തിമയ്ക്ക് വരുന്ന ചേഞ്ച് എന്ന് വെച്ചാൽ ഷീ ഈസ് പെർമനൻ്റ്ലി മ്യൂട്ട്. അത്രയ്ക്ക് ഷോക്കിംഗ് ആയിരുന്നു ആ ഒരു ജേർണിയും ഇൻസിഡൻസും. ഹുസൈൻ ആക്ച്വലി ബിക്കംസ് എൻ ഇൻട്രോവേർട്ട്. ഇത്രയും എന്താ പറയുക കമാൻഡിങ് ആയിട്ടുള്ള സെലസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഹി ബിക്കംസ് അൺക്യാരക്ടറിസ്റ്റിക്കലി ഇൻട്രോവേർട്ട്. സോ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ജേർണി തന്നെ ഓരോ സിബ്ലിങ്ങിലും വളരെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും അവർക്കൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. തിരിച്ചു വരുമ്പോഴേക്കും ഒരു ചെക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. വളരെ വളരെ ഈസി ആയിട്ട് അവർക്ക് ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. തിരിച്ച് ബോൾബോളിനെ അവരെല്ലാവരും ഇനിയിപ്പോൾ പഴയ പല പല വഴിക്ക് പോവുകയാണ്. തിരിച്ച് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ തിരിച്ച് പോവുകയാണ്. ബോൾബോൾ ദമാസ്കസിൽ തന്നെ നിൽക്കുന്നു. ആൻഡ് ലാസ്റ്റ് പറയുന്നത് ആ ഒരു അബ്ദലിൻ്റെ മെമ്മറീസിനെ കുറിച്ചും ഒക്കെയാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് എ ഹാപ്പി മെമ്മറി വി ക്യാൻ സേ. ലാസ്റ്റ് പോലും ആ ഒരു മെമ്മറീസ് കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു ഫാദറിൻ്റെ ഡെഡ് ബോഡി ഡീക്കേ ചെയ്ത് മാഗറ്റ് ഇൻഫെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് ഇറ്റ്സ് വെരി ബാഡ് മെമ്മറി. സോ അത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു ട്രോമറ്റൈസിങ് ആയിട്ട് ഒരു മെമ്മറി ആയിട്ട് നിൽക്കുകയാണ്. ആക്ച്വലി അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആവുന്നത്, ഈ നോവൽ കംപ്ലീറ്റ് ആവുന്നത്. ഇതിൽ വരുന്ന മെയിൻ തീം എന്ന് പറയുന്നത് സിറിയൻ വാർ ബാക്ക്ഡ്രോപ്പ് തന്നെയാണ്. എങ്ങനെയാണ് വാർ ആക്ച്വലി ഒരു ഡെയിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ബേസിക് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു കടയിൽ പോകുന്നെങ്കിലും അല്ലെങ്കിൽ ഈവൻ സിമ്പിൾ ആസ് ഒരു ഡെഡ് ബോഡി ബറി ചെയ്യുന്നെങ്കിലും അത് എത്രമാത്രം സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയി മാറി എന്ന് പറയുന്നതാണ്. ഒരു ഡെഡ് ബോഡി ബറി ചെയ്യാൻ വേണ്ടി ഇവർക്ക് ദിവസങ്ങളോളം യാത്ര ചെയ്യേണ്ടി വന്നു, ദിവസങ്ങളോളം എത്രയോ ബാഡ് എക്സ്പീരിയൻസസ് വന്നു. അപ്പോൾ അത്രയും സ്ട്രഗിൾ വാർ ടൈമിൽ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്, ഡെയിലി സിറ്റിസൻസിന് സംഭവിക്കുന്നതാണെന്നൊരു മെസ്സേജിൽ പറയുന്നുണ്ട്. ഡെത്ത് is actually preferred. It is considered as an escape from life. And life has been reduced to a collection of trivial acts. അങ്ങനെ പറയുന്നുണ്ട്. ആക്ച്വലി ഹ്യൂമാനിറ്റിയിൽ ഒരു വിശ്വാസം പിന്നീട് അങ്ങോട്ടില്ല. അത്രയും ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ളൊരു എന്താ പറയുന്നത് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു വാർ കാരണം ഓരോ സിറ്റിസൻസിനും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്നത് അത്രയും പെസിമിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ്. പിന്നെ സിവിൽ വാറിൻ്റെ കുറേ കാര്യങ്ങളിൽ പറയുന്നുണ്ട്. എയർ റെയ്ഡ് ആയാലും ടാങ്കേഴ്സ് ആണെങ്കിലും മിലിഷ്യ, പിന്നെ ഈ ചെക്ക് പോയിൻറ്റ്സിലുള്ള ഇത്രയും എക്സസീവായിട്ടുള്ള ചെക്കിങ്, ഈവൻ അറസ്റ്റിങ് എ ഡെഡ് ബോഡി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയുന്നുണ്ട്. സോ ഓൾ ടുഗെദർ ഇറ്റ് ഈസ് നോവൽ ഫോക്കസിങ് ഓൺ ബിറ്റർ ഹ്യൂമർ and wartime atrocities. And I hope this summary was helpful. Please subscribe my channel for more video updates and do like, share and comment. Thank you.